നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ചകൾ തുടരും. പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി. ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചത് ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണൻ. ആക്രമണമുണ്ടായത് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ കൊമ്പൻ മാട്ടുപ്പെട്ടി റോഡിലിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. കൂടാതെ പഴയ മൂന്നാറിൽ അമ്മയും കുട്ടിയുമടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. ചാമ്പ്യൻഷിപ്പിലെ T20 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ 8 കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി. കേരളത്തിന് ആകെ ലഭിച്ച 11 മെഡലുകളിൽ 10 മെഡലുകളും നേടിയെടുത്തത് കാർമൽ ജ്യോതിയിലെ കുട്ടികൾ. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ചകൾ തുടരും. പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ കേരളം തയ്യാറാണ്. ഇതിനുള്ള DPRും തയ്യാറാക്കി കഴിഞ്ഞു. തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ്. കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം. ഇതിനായി പാരിസ്ഥിതിക അനുമതി നൽകുന്ന കാര്യത്തിലുള്ള സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമുക്ക് വേണ്ടത് എൻവയറമെന്റൽ ക്ലിയറൻസ് ആണ്. അതിൻ്റെ സ്റ്റഡി നടത്തുന്നതിനുള്ള പെർമിഷൻ പോലും സുപ്രീം കോടതി പോലും നമുക്ക് അനുകൂലമായൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട്. അപ്പം ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകുക തമിഴ്നാടിന് ജലം ഉറപ്പ് നൽകിക്കൊണ്ടാണ്. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളെ ബാധിക്കത്തക്ക വിധത്തിൽ ഒരു ഡാം ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിലും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച തുടരുമെന്നും മന്ത്രി പറഞ്ഞു. അതിൻ്റെ ഇഷ്യൂ കോടതിയിലുണ്ട്. ഇപ്പോൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനെല്ലാം തുടരുന്നുണ്ട്. നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പറമ്പിക്കുളം ആളിയാർ വിഷയത്തിലാണെങ്കിലും ഇൻ്റർസ്റ്റേറ്റ് ഇഷ്യൂസ് നല്ല നിലയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് പോണത്. ഈ ഒരു ആവശ്യകതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ടൊരു പുതിയ ഡാം ഉണ്ടാകണം. പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം തമിഴ്നാടിന് വെള്ളം നൽകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. രാവിലെ മുതൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൻ ആനക്കൂട്ടത്തിന്റെ ഇടയിൽ പെടുകയായിരുന്നു. 9 പിടിയാനകളടങ്ങുന്ന ആനക്കൂട്ടമാണ് കണ്ണനെ ആക്രമിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ പ്രദേശത്തെ ആദിവാസി കുടികളിൽ നിന്നും മറ്റുമായി 50ഓളം ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് കണ്ണൻ ആനക്കൂട്ടത്തിന്റെ നടുവിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. എല്ലാവരും കൂടി ഈ ആനനെ ഓടിച്ച് 301 ഭാഗത്തേക്ക് കടത്താൻ വേണ്ടി നടന്ന സംഭവത്തിലാണ് ഈ ആന ഓടിച്ച് അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് റിട്ടേൺ വന്ന് ഈ പുള്ളിനെ ഉപദ്രവിക്കുകയായത്. ഞാനും കൂടെ ഉണ്ടായിരുന്നു, നമ്മളും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപകടം ഒരു യാദൃശ്ചികമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. ആ മുറിവാലി പിടിച്ച് കൂട്ടാണ് 9 ആനയാണ് കൂട്ടം. വൻതോതിലുള്ള ഏലം കൃഷി നശിപ്പിക്കുകയാണ്. അവരുടെ ഉപജീവനമാർഗം മൊത്തം നശിപ്പിക്കണം. ഒന്നെങ്കിൽ സോളാർ ഫെൻസിംഗ് എന്നൊരു പദ്ധതി സർക്കാർ ഒന്നെങ്കിൽ നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ ആ പദ്ധതി അവിടുന്ന് ഉപേക്ഷിച്ച് കളയുക. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. ആളുകളുടെ വീട് മാത്രം സംരക്ഷിച്ചാൽ പോലെ അവരുടെ ജീവനും കൃഷിമാർഗോടെ കൂടി സംരക്ഷിച്ചില്ല പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇതിനുള്ളത്? ഇതൊരു പ്രാവശ്യമല്ല. ഇതിപ്പോൾ തന്നെ ചക്കക്കൊമ്പൻ തന്നെ ഒരു 13 പേരെ കൊന്നിട്ട് പോലും ഇത് ഒരു തീരുമാനമായിട്ടുള്ള എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് തന്നെ പറയും, എന്തെങ്കിലും ഒരു തീരുമാനം പറയും, ഇറങ്ങും. ഇത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസികളായതുകൊണ്ടാണ് മാത്രം തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ആനക്കൂട്ടം കണ്ണനെ തുമ്പിക്കൈയിൽ തൂക്കിയെറിയുകയും ചവിട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. പ്രദേശത്തേക്ക് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയെങ്കിലും കണ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് ആനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് മൃതദേഹം സംഭവ സ്ഥലത്തു നിന്നും വീണ്ടെടുത്തത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ലാത്വിയയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം കണ്ടെത്തി. തടാകത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആൽബിൻ അകപ്പെട്ട സ്ഥലത്തു നിന്ന് 150 മീറ്റർ അകലെയായിരുന്നു മൃതദേഹം. ആൽബിൻ ഷിൻഡോയ്ക്കായി കൂട്ടുകാർ തെരച്ചിലിന് തയ്യാറെടുത്ത തടാകക്കരയിൽ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ലാത്വിയൻ പോലീസ് ശരീരം കരയ്ക്കെത്തിച്ച് തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി.
ആൽബിന്റെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് വീട്ടുകാർക്ക് കിട്ടിയ വിവരം. മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിനായി 8 മാസം മുമ്പാണ് ആൽബിൻ ലാത്വിയയിലേക്ക് പോയത്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ കാട്ടുകൊമ്പൻ മാട്ടുപ്പെട്ടി റോഡിൽ ഇറങ്ങി ഗതാഗത തടസ്സമുണ്ടാക്കി. കൂടാതെ പഴയ മൂന്നാറിൽ അമ്മയും കുട്ടിയും അടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സൈലന്റ് വാലി എസ്റ്റേറ്റിലും കുറ്റിയാർ വാലി മേഖലയിലും ചുറ്റിത്തിരിഞ്ഞിരുന്ന പടയപ്പ കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ഇറങ്ങിയിരുന്നു. കാട്ടാന റോഡിൽ ഇറങ്ങിയതോടെ ഗതാഗത തടസ്സമുണ്ടായി. ദേവികുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തു കൂടിയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം. നെറ്റിമേട് റോഡിലൂടെയായിരുന്നു പടയപ്പ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഭാഗത്തേക്കെത്തിയത്. ആനയെ കണ്ട് നാട്ടുകാർ ബഹളമുണ്ടാക്കിയെങ്കിലും പടയപ്പ പിൻവാങ്ങിയില്ല. മഴ പെയ്യുകയും വനത്തിൽ തീറ്റ വർദ്ധിക്കുകയും ചെയ്തിട്ടും പടയപ്പ കാട് കയറാൻ തയ്യാറാകാത്തത് മൂന്നാറിൽ പ്രതിസന്ധിയാകുന്നുണ്ട്. കൂടാതെ പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും കുട്ടിയും അടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ആനകളുടെ മുൻപിൽ അകപ്പെട്ട ബൈക്ക് യാത്രികർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബൈക്കിനെ ആനകൾ പിന്തുടർന്നെങ്കിലും പിന്നീട് കാട്ടാനകൾ കാട്ടിലേക്ക് മടങ്ങി. ആദ്യമായാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. ചാമ്പ്യൻഷിപ്പിലെ T20 മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ 8 കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി. കേരളത്തിന് ആകെ ലഭിച്ച 11 മെഡലുകളിൽ 10 മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത്. ഈ മാസം 15, 16, 17 തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു 13ാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. T20 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ 8 കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി. 2025 പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടന്നത്. കേരളത്തിന് ആകെ ലഭിച്ച 11 മെഡലുകളിൽ 10 മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത്. കേരളത്തിൽ ഭിന്നശേഷിയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള T20 കാറ്റഗറിയിൽ പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരാണ് ഇവർ 8 പേരും. ഏതായാലും സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരം കഴിഞ്ഞ നവംബർ മാസത്തിൽ ഓൾ കേരള അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എന്ന സംഘടനയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ അംഗീകാരം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ് ഈ ബാംഗ്ലൂർ വെച്ച് നടന്നത്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ശ്രീ ശശിധരൻ സാർ, ഇതിൻ്റെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്നും സാറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 3 ദിവസം അവിടെ ഭക്ഷണം താമസമെല്ലാം പാരാ ഒളിമ്പിക്സ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. കുട്ടികൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഏകദേശം 560 കുട്ടികളാണ് പങ്കെടുത്തത്. ഇതിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി 12 മെഡലും വാങ്ങിയത് ഈ അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. അതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിന്റെയും കായിക അധ്യാപകരായ ടോണി സാബു, സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയത്തിളക്കത്തിലെത്തിച്ചത്. ഇതിനോടകം സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷങ്ങളിൽ ജില്ലയിൽ നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായി നടപ്പാക്കുന്നതിനുമാണ് സമ്മേളനം ചേർന്നത്. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് തലചായ്ക്കാൻ ഒരു ഇടമെന്നുള്ള പേരിൽ പലർക്കും വീട് വെച്ച് കൊടുത്ത്, വളരെ നിരാലംബരായിട്ടുള്ളവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ
ഒരു പാർട്ട്ണർഷിപ്പിലൂടെ 1000 പേർക്ക് വീട് വെക്കാൻ വേണ്ടി അവർ സേവാഭാരതിയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചു. അപ്പോൾ ചെറിയൊരു വീടില്ലാത്തവർക്ക് വേണ്ടി വെച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർ സേവാഭാരതിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് പല ഏജൻസികളായിട്ട് അവർ ആ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സേവാഭാരതിയാണ് ഈ വർഷം ഏൽപ്പിച്ചിരിക്കുന്നത്. വരുന്ന ഒരു വർഷം കൊണ്ട് നമുക്കൊരു 1000 വീടുകൾ കേരളത്തിൽ വെച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലും പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റിന്റെയും ഭാരവാഹികൾ പങ്കെടുത്തു. ദേശീയ സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇടുക്കി വിഭാഗ് സംഘചാലക് കെ വി രാജീവ് ജില്ലാ ഭാരവാഹി പ്രഖ്യാപനം നടത്തി. ജില്ലാ രക്ഷാധികാരി കെ രവീന്ദ്രൻ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി സന്തോഷ് കുമാർ, സേവാഭാരതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മഞ്ജു സതീഷ്, റോബർട്ട് ജോസഫ്, ജില്ലാ സമിതി അംഗം എം പി ജയൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജീവ്, ജില്ലാ IT കോർഡിനേറ്റർ ഡി അജിത് തുടങ്ങിയവർ സംസാരിച്ചു. KSEBയുടെ അനാസ്ഥ മൂലം നേരിട്ട് വൈദ്യുതി പോസ്റ്റിൽ കയറി തകരാറുകൾ പരിഹരിക്കേണ്ട അവസ്ഥയിൽ മാട്ടുക്കട്ടയിലെ ഒരുപറ്റം വ്യാപാരികൾ. പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയിട്ട് 3 ദിവസമായിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 3 ദിവസമായി അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ വൈദ്യുതിയില്ല. ഉപ്പുതറ KSEB സെക്ഷന്റെ പരിധിയിൽ വരുന്ന 2 ഇലക്ട്രിക് ലൈനുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. എന്നാൽ ഒരു ഇലക്ട്രിക് ലൈനിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 3 ദിവസമായി. ഈ സാഹചര്യത്തിൽ നിരവധി തവണ KSEB ഓഫീസിൽ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതി. 3 ദിവസമായി കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പം വരാമെന്ന് പറയുന്നുള്ളതല്ലാതെ ഇതുവരെ KSEBകാരും വന്നിട്ടില്ല. നമ്പർ ചോദിക്കുമ്പോൾ പരാതി പറയുന്നുണ്ട്, നമ്പർ പറയുന്നുണ്ട്. പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് എന്നാ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ഇതുവരെ ഒന്ന് അവർ വിളിക്കുകയോ ഇല്ലെങ്കിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. 3 ദിവസമായി ഇവിടെ കറണ്ട് പോയിട്ട്. കുറച്ചൊന്ന് പോയാന്ന് പറയുന്നുണ്ട്. അവർ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴാണെങ്കിൽ എടുത്തേച്ച് മാറ്റി പിടിച്ചുകൊണ്ട് അവിടെ വർത്തമാനം പറയുന്നത് കേൾക്കാം. എന്നാ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അന്നേരമാണ് ചോദിക്കുന്നത് എന്നാ പ്രശ്നമാണ്. അതിൻ്റെ വീണ്ടും ഞാൻ പറഞ്ഞു, വീണ്ടും തന്നെ നമ്പർ കൊടുത്തു. ഇതുവരെ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. യാതൊരുവിധ മുൻകരുതലുകളുമില്ലാതെ ജനങ്ങൾ നേരിട്ട് മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് ഇലക്ട്രിക് ലൈനുകളിൽ തൊടാൻ ശ്രമിക്കുന്നത് ഏറെ അപകടകരമാണ്. ഒരു ദിവസം വൈദ്യുതി ബിൽ അടയ്ക്കാൻ താമസിച്ചാൽ പിറ്റേ ദിവസം വൈദ്യുതി വിച്ഛേദിക്കാൻ കാണിക്കുന്ന ഉത്സാഹം ഉദ്യോഗസ്ഥർ തകരാറുകൾ പരിഹരിക്കുന്ന കാര്യത്തിലും സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ ഞങ്ങളുടെ കടയിൽ എന്ന് ഇന്നലെ തൊട്ട് വോൾട്ടേജ് ഇല്ല. നമ്മൾ KSEB വിളിച്ചിരുന്നത് റെഡിയാക്കാന്ന് പറയുന്നതല്ലാതെ ഇതുവരെ വന്ന് റെഡിയാക്കിയിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ വരെ വോൾട്ടേജ് ഇല്ലായിരുന്നു. ഇപ്പം രാവിലെ കറണ്ട് വന്നപ്പോൾ ഒരു ലൈൻ കറണ്ടുണ്ട്, ഒരു ലൈൻ കറണ്ട് ഇല്ല. ആ രാവിലെ തൊട്ട് നമ്മൾ KSEB വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഫോൺ വിളിക്കുമ്പോഴത്തേനും അവർ ഫോൺ എടുത്ത് പിടിച്ചോണ്ട് അവർ വേറെ സംസാരിക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും, കട്ട് ചെയ്യും. ഇത് തന്നെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ കൂടെ ഞാൻ വിളിച്ചിട്ട് വെച്ചു തോന്നി. എന്നിട്ട് പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സ്വന്തമായിട്ട് ലൈമാന്മാരാകേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. വണ്ടിപ്പെരിയാർ CHUCക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിവരുന്ന റിലേ ഉപവാസ സമരം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു. സമരത്തിലൂടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് നേതാക്കൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തുക, ആശുപത്രിയോടുള്ള സർക്കാരിൻ്റെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 22 ദിവസക്കാലമായി ഈ സമരപന്തലിൽ ഞങ്ങൾ റിലേ നിരാഹാര സത്യാഗ്രഹവുമായി മുൻപോട്ട് പോവുകയായിരുന്നു. ഈ സമരത്തോട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായി യാതൊരു തരത്തിലുള്ള നടപടികളും സമീപനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ സമരമുറ മാറ്റിക്കൊണ്ട് നാളെ മുതൽ റിലേ നിരാഹാര സത്യാഗ്രഹം എന്ന സമരത്തിൽ നിന്നും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം എന്ന സമരത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ്. സമരസമിതിയുടെ പേരിൽ നാളെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ R. വിഘ്നേഷ് അവർ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ മദ്യലഹരിയിൽ +2 വിദ്യാർത്ഥി അടക്കമുള്ള 3 യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി പോകവെ മാതാപിതാക്കൾ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. യുവാക്കൾ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് പോകുവാനായി ഇറങ്ങിയ +2 വിദ്യാർത്ഥി അടക്കമുള്ള 3 യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. ജ്യേഷ്ഠ അനുജന്മാരായ മ്ലാമല നാലുകണ്ടം ഒറ്റപ്പിളക്കൽ ശിഹാബുദ്ദീൻ, ഷറഫുദ്ദീൻ, അസറുദ്ദീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്.
വിവാഹത്തിനായി പുറപ്പെട്ട തങ്ങളെ വഴിയിൽ വെച്ച് മാതാപിതാക്കൾ നോക്കി നിൽക്കെ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ശിഹാബുദ്ദീൻ പറയുന്നു. വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുമായിരുന്നു, ഇവരപ്പുറത്ത് നിൽക്കുമായിരുന്നു. കുറച്ച് അങ്ങോട്ട് മാറി, ഞങ്ങൾ വീടിന് മുമ്പിൽ തന്നെ. ഇവരപ്പോഴത്തേക്കും അടുത്തോട്ട് വന്നു എന്നാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇവരെന്തിനാ ചെയ്തതെന്ന് പോലും അറിയത്തില്ല. നേരെ വന്ന് എന്നെ ഒരു തള്ളി, സുരയല്ല തള്ളിയെ. ചിരിക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ. നമ്മൾ ചിരിക്കുന്നത് പോലും അവർക്ക് പ്രശ്നമാണ്. ഈ പുള്ളി വന്ന് സുരയുടെ കൂടെ നിൽക്കുന്ന ആൾ വന്ന് തള്ളി. പിന്നെ അവിടെ എന്നൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയത്തില്ല. ഇവന്മാർ നല്ലോണം ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് റോഡിലിട്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഉമ്മയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. അനിയത്തിയൊക്കെ പേടിച്ച് വീടിൻ്റെ അകത്ത് കയറിപ്പോയി. വിവിധ കേസുകളിൽ പ്രതിയായ മ്ലാമല സ്വദേശി ഈച്ച സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷിനൊപ്പം 5 പേർ ചേർന്നാണ് യുവാക്കളെ മർദ്ദിച്ചത്. യുവാക്കളുടെ മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവാക്കളെ മർദ്ദിച്ചവർ ഇതിന് മുൻപും പലതവണ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു. ഉപ്പുതറ 9 ഏക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന തെരുവ് വിളക്കിന്റെ ബാറ്ററികളും സോളാർ പാനലുകളും മോഷണം പോയിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി. പഴയ തെരുവ് വിളക്കുകൾ നീക്കി പുതിയത് സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഉപ്പുതറ 9 ഏക്കറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റുകളുടെ സോളാർ പാനലുകളും ബാറ്ററികളും മോഷണം പോയിട്ട് നാളുകൾ കഴിഞ്ഞു. എന്നിട്ടും മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനോ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായ 9 ഏക്കർ റോഡിൽ തെരുവ് വിളക്കുകളുടെ അഭാവം പൊതുജനങ്ങൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പഴയ തെരുവ് വിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ 9 ഏക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളിലെ എല്ലാ ബാറ്ററികളും അതുപോലെ തന്നെ സോളാർ പാനലും മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ഉപ്പുതറ കൃഷി ഓഫീസിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റിലെ ബാറ്ററികൾ മോഷണം പോയിരിക്കുന്നു. അതുപോലെ ഉപ്പുതറ 10 ഏക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിലെ ബാറ്ററികൾ മോഷണം പോയിരിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഈ തെരുവ് വിളക്ക് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് അതാത് സമയങ്ങളിൽ തന്നെ ഉപ്പുതറ പോലീസിന് പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടുള്ളതുമാണ്. എന്നാൽ നാളിതുവരെ ഒരു മോഷ്ടാവിനെ പോലും പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം സോളാർ പാനലുകളും ബാറ്ററികളും മോഷ്ടിക്കുന്ന തസ്കര വീരന്മാരെ കണ്ടെത്താനുള്ള നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പനയിൽ കുടുംബസംഗമം നടന്നു. സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. BMSന്റെ 70ാം സ്ഥാപക ദിനമായ ജൂലൈ 23-ന് ഇന്ത്യയിലെ എല്ലാ BMS യൂണിറ്റുകളിലും കുടുംബസംഗമം നടക്കുകയാണ്. സമാജസേവ, തൊഴിലാളി ധർമ്മം എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന കുടുംബസംഗമമാണ് കട്ടപ്പന ഓറഞ്ച് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നത്. സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. മേഖലാ ട്രഷറർ KR പ്രസാദ് അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി PP ഷാജി, അനീഷ് KN തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കല്ലുകുന്ന് ടോപ്പ് കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കല്ലുകുന്ന് ടോപ്പിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് കുടിവെള്ള പദ്ധതിക്കായി ചിലവഴിച്ചത്. കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ആദ്യം ഇവിടെ കുറച്ച് വെള്ളം എത്തിച്ചു തരാനുള്ള മാർഗം, കുടിക്കാനായിട്ട് നല്ല വെള്ളം എത്തിച്ചു തരണമെന്ന്. അപ്പോൾ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ 5.5 ലക്ഷം രൂപ വയ്ക്കുകയും ആ പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്വപ്ന തുല്യമായ പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ച് അയക്കണത്. നാളിതുവരെ പ്രദേശവാസികളുടെ ഏക ആശ്രയമായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഉപയോഗശൂന്യമായിരുന്നു. 950 അടി താഴ്ചയിൽ നിർമ്മിച്ച കുഴൽക്കിണറിൽ നിന്നും 13 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതി പ്രാവർത്തികമാക്കിയ കൗൺസിലർക്ക് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് പായസവും വിതരണം ചെയ്തു. കല്ലുകുന്ന് ടോപ്പ് കുടിവെള്ള പദ്ധതി ചെയർമാൻ സണ്ണി തെക്കെടുത്ത്, കൺവീനർ സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാല ബസ് ജീവനക്കാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മലനാട് SNDP യൂണിയൻ ഹാളിന് എതിർവശം കണ്ണംകരിയിൽ ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാല ബസ് ജീവനക്കാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു.
രാഷ്ട്രീയത്തിന് അതീതമായി ബസ് മേഖലയിൽ തൊഴിലെടുത്തിരുന്നവരും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരും പരസ്പരം സഹകരിച്ച് ജീവിത പ്രതിസന്ധികളിൽ കൈകോർത്ത് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വേറിട്ട പ്രവർത്തനങ്ങളാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിനുള്ളത്. രക്തദാനം പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ സംഘത്തിന് സാധിച്ചു. മരണമടഞ്ഞ മുൻ ബസ് ജീവനക്കാരുടെ കുടുംബങ്ങളെയും വിശ്രമജീവിതം നയിക്കുന്ന മുൻകാല ബസ് ജീവനക്കാരെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നതെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ പറഞ്ഞു. എന്തായാലും അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 3 മാസക്കാലം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ജീവകാരുണ്യ രംഗത്ത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് രക്തദാനം. നമ്മൾ ഈ ഒരു 3 മാസത്തിനിടയ്ക്ക് 52 രക്തദാനം നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല, വളരെ വലിയ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ്, തേനി മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, നമ്മുടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നമ്മൾ 52ഓളം രക്തദാനങ്ങൾ നടത്തി. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ജോയൽ. അദ്ദേഹം കട്ടപ്പനയിലെ നമ്മുടെ ബസ്സിൽ കണ്ടക്ടറായിരുന്നു. ഇപ്പോൾ കട്ടപ്പന ഹെഡ് ലോഡിംഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. കട്ടപ്പനയിലെ ഹെഡ് ലോഡിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അത് ജാതിയോ രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നലെയാണെങ്കിൽ പോലും വളരെ റെയറായിട്ടുള്ള AB പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ആളെ ക്രമീകരിച്ചാൽ ഏർപ്പാട് ചെയ്യുന്നു, ഒരാളെ അതിനുവേണ്ടി ക്രമീകരിച്ചു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി നടത്തിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ചടങ്ങിൽ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, മധുസൂദനൻ നായർ TK, ബിജു PV, ബാബു TU, അഖിൽ C രവി, അനീഷ് KK, രഞ്ജിത്ത് PT, മനു, ജോയൽ P ജോസ്, രാജേഷ് കീഴേ വീട്ടിൽ, അജിത് മോൻ VS, സംഗീത് ഗുരുദേവ്, ഷിബു ജോർജ്, സജിമോൻ തോമസ് എന്നിവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ ഗ്രാമസഭയും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. SSLC +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ പ്രതിഭയെയും അനുമോദിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലാണ് ഗ്രാമസഭയും അനുമോദന യോഗവും സംഘടിപ്പിച്ചത്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും BSc കെമിസ്ട്രിയിൽ 2ാം റാങ്ക് ജേതാവ് അശ്വിനി ദേവ്, ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സാന്ദ്ര ബാബു എന്നിവരെയും മൊമന്റോ നൽകി അനുമോദിച്ചു. അതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ മായ രതീഷ്, രമ്യ ബിജു എന്നിവരെയും അനുമോദിച്ചു. യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭാ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ഗ്രാമസഭകളെ അപേക്ഷിച്ച് ഈ ഒരു വ്യക്തിഗത ആനുകൂല്യം തിരഞ്ഞെടുക്കുന്ന ആ ഗ്രാമസഭാ യോഗത്തിന് നമുക്ക് എല്ലാ വാർഡുകളിലും എല്ലാ ആളുകളും ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. പഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കോടിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ADS പ്രസിഡന്റ് PS വൈദേഹി, സഹകരണ ബാങ്ക് ബോർഡ് അംഗം യബിനേസർ ദേവസ്യ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ADS അംഗങ്ങൾ, ആശാവർക്കർമാർ, ഗ്രാമവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും സമാപിച്ചു. ക്ഷേത്രമേൽ ശാന്തി നിശാന്ത് ശാന്തികൾ മുഖ്യ കാർമ്മികനായിരുന്നു. ശാന്തിയാത്രയിലൂടെ കുടുംബത്ത് സമാധാനം ഉണ്ടാകുന്നതോടൊപ്പം മനസ്സിലെ വിദ്വേഷവും ഉപേക്ഷിക്കുകയും തത്വമസിയുടെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നുമാണ് ലക്ഷ്യം വെക്കുന്നത്. കർക്കിടക മാസം 1-ാം തീയതി മുതലാണ് ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും ആരംഭിച്ചത്. ശാഖായോഗത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും എത്തി. ഭഗവാന്റെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ സർവ്വവിധമായ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ശാന്തിയാത്ര ഓരോ ഭവനങ്ങളിലും കടന്നു പോകുന്നത്. അപ്പോൾ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങളിലും ശുചിയാക്കി വൃത്തിയാക്കി, നമ്മുടെ കർക്കിടക മാസമാണ്, മഴക്കാലമാണ്, അപ്പോൾ ശുചീകരിച്ചുകൊണ്ട് ശുദ്ധിയാക്കിക്കൊണ്ട് ശുദ്ധവൃത്തിയോടുകൂടിയാണ് ശാന്തിയാത്രയെ ഓരോ ഭവനങ്ങളും വരവേൽക്കുന്നത്. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, യൂണിയൻ കമ്മിറ്റി അംഗം RG സുധാകരൻ, ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, കുടുംബയോഗം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അടിമാലി ടൗണിന്റെ നെറുകയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ്. ടൗണിന്റെ നെറുകയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുമോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. ടൗണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണുമായി തൊട്ടുരുമി ഒഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ്. സന്ദർശകരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം തലതല്ലി ഒഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും പ്രകൃതിയുടെ വല്ലാത്തൊരു തനിമയുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ചകൾ തുടരും. പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി. ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചത് ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണൻ. ആക്രമണമുണ്ടായത് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ് ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ കൊമ്പൻ മാട്ടുപ്പെട്ടി റോഡിലിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. കൂടാതെ പഴയ മൂന്നാറിൽ അമ്മയും കുട്ടിയുമടങ്ങിയ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. ചാമ്പ്യൻഷിപ്പിലെ T20 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ 8 കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി. കേരളത്തിന് ആകെ ലഭിച്ച 11 മെഡലുകളിൽ 10 മെഡലുകളും നേടിയെടുത്തത് കാർമൽ ജ്യോതിയിലെ കുട്ടികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.